തൃശ്ശൂരിലും മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടുകൾ ഒഴിയുന്നില്ല. മഴ കനത്താൽ മനക്കൊടി പുള്ള് റോഡ് ആഴ്ചകളോളം വെള്ളത്തിനടിയിലാണ്. വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും സ്ഥിരം സംഭവമായി മാറുകയാണ്. ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂരിൽ മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടിന് അറുതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുള്ള മനക്കൊടി റോഡിലാണ്. ഈ ഒരു റോഡിന്റെ സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇത് രണ്ട് വശത്തും പാടമാണ്. ആ പാടത്തിൽ നിന്നും വെള്ളം റോഡിലേക്ക് കയറി ഇപ്പോഴും വെള്ളക്കെട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പല വാഹനങ്ങൾക്കും ഈ റോഡ് മുറിച്ചു കടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി കൂടിയുണ്ട്. അതായത് ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും കാറുകളാണെങ്കിലും വളരെ പ്രയാസപ്പെട്ട് റോഡ് മുറിച്ചു കടക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. ഏകദേശം ഇത്രത്തോളം ദൂരം ഈ വെള്ളക്കെട്ട് ഇപ്പോഴും ഒഴിഞ്ഞു പോകാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. മഴ കുറഞ്ഞെങ്കിലും ഈ ഒരു വെള്ളക്കെട്ടിനൊന്നും യാതൊരു അറുതിയുമില്ല. ഇവിടുത്തെ പ്രദേശവാസികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ ഒരു വെള്ളം ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിക്ക് വലിയ പ്രയാസപ്പെട്ട മറുകരയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാരൊക്കെ ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ യഥാസ്ഥിതി ഏത് രീതിയിലാണ് ഈ ഒരു വെള്ളം ഒഴുക്കിക്കളയാൻ പറ്റുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, എന്താണ് ഒരു സാഹചര്യം, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? അതിന് ഒരു അറുതി വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. അതെങ്ങനെയാണ് സാധിക്കുക? തീർത്തും ശരിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഉണ്ടല്ലോ, ഈ റോഡ് ഇവിടെ ഉയർത്തി കഴിഞ്ഞാലാണ് ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാവുക. പിന്നെ മാത്രമല്ല, ഇതിൽ കാലാകാലങ്ങളിൽ വന്നടിയുന്ന ചണ്ടികൾ അത് KLDC അധികൃതരാണ് നീക്കേണ്ടത്. അത് കരാറുകാർക്ക് ടെൻഡർ കൊടുത്ത് കരാറുകാർ അവരുടെ സൗകര്യം നോക്കിയിട്ട് ചെയ്തു വരുമ്പോഴാണ് ഈ വെള്ളം ഒഴിഞ്ഞു പോവാണ്ട് ഈ പാടശേഖരങ്ങളിൽ നിറഞ്ഞ് വീടുകളിലേക്ക് മറ്റുള്ളവർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പലവട്ടം ഇവിടുത്തെ പടവ് കമ്മിറ്റിക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡ് ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോവുക. ഇത് നമ്മൾ തൃപ്രയാർക്കൊക്കെ പോകുമ്പോൾ ഏകദേശം 8 കിലോമീറ്റർ 9 കിലോമീറ്റർ എത്രയും ലാഭകരമാണ് മറ്റു വഴികളെ വിട്ടിട്ട്. അപ്പോൾ ഇതിലെ ധാരാളം വണ്ടികൾ പോകുന്നൊരു പ്രദേശമാണ്. ഇപ്പോൾ ഇന്ന് വെള്ളം കയറിയ കാരണം ചേർപ്പ് PWD അധികൃതർ വാഹനം നിരോധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പല വാഹനങ്ങൾക്കും കേടുപാട് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത്രത്തോളം ഉള്ളതുകൊണ്ട് ഈ ബമ്പറും അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ കേടുപാട്, നമ്പർ പ്ലേറ്റ് ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ആളുകൾക്ക് അത് ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നുണ്ടോ? അല്ല, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ പല അപകടങ്ങളും ഇവിടെ വണ്ടി മറയുന്നതിനും മറ്റുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത്. ചെറു വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കയറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുവാഹനങ്ങളും പോകാത്ത സാഹചര്യം ഉണ്ടാവും എന്നാണ് നമുക്ക് അമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. ഇതിപ്പോൾ വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്ന് കനത്ത മഴ പെയ്താലും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനൊരു യാതൊരു മാറ്റവും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എന്താണ് പറയുന്നത് ചേട്ടാ, ഇതിപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു കൃത്യമായൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായിട്ടും പരിഹാരം വേണം. ഇത് റോഡ് ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള പരിഹാരം. റോഡ് നന്നാക്കി ഉയർത്തണം. അതിനുശേഷം ചെറുവക 2 പാലങ്ങൾ കൂടി ഉണ്ട്. അതിൽ കൂടെ വെള്ളം എപ്പോഴും ഓവറായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റോഡ് നന്നായിട്ട് ഉയർത്തിയാൽ മാത്രമാണ് അത് കൂടുതൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് നടക്കുള്ളൂ. അപ്പോൾ റോഡ് ഏറ്റവും മാക്സിമം ഉയർത്തി ഇവിടെ പണിയണം എന്നുള്ളതാണ് ഇതിനുള്ളൊരു ചെറിയൊരു പരിഹാരം. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഇങ്ങനെ മഴ കണക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു താഴ്ന്ന പ്രദേശമാണ്, പാടമുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ സമീപത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ ഈ മഴക്കാലത്തൊക്കെ? ഇപ്പോൾ ഈ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ മെയിനായിട്ട് വരാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോൾപ്പടവയിൽ മത്സ്യകൃഷികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചീപ്പുകൾ അടച്ചേക്കാണ്. കൃത്യസമയത്ത് ചീപ്പുകൾ തുറക്കാത്തത് മൂലമാണ് വെള്ളം ഉയർന്നുകൊണ്ട് ആ സമീപ പ്രദേശത്ത് വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് നമ്മളിന്ന് രാവിലെ വന്നിട്ട് ഇവിടുത്തെ ചീപ്പ് നമ്മൾ തുറക്കുക ചെയ്തത്. ചീപ്പ് തുറക്കാനായിട്ട് ഇവിടെ മുൻകാലങ്ങളിൽ ഈ മത്സ്യകൃഷിക്കാരുടെ ഭീഷണി അടക്കമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ചീപ്പ് തുറക്കാൻ പറ്റില്ല, കാരണം അവർക്ക് മത്സ്യകൃഷി നടത്താനൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ പോലും ഭയപ്പെട്ടിരിക്കുന്ന സമയത്താണ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ വന്നിട്ട് ഞങ്ങളിവിടെ ചീപ്പ് പൊളിച്ചു. അങ്ങനെ അവിടെ നിന്ന് വെള്ളം ഇപ്പുറത്തെ പടവിലേക്ക് വന്നു. അപ്പോൾ അതുമൂലം ആ ഭാഗത്തുള്ള വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അതുപോലെ തന്നെ കാഞ്ഞാണി പാടത്തതുപോലെ ചീപ്പുണ്ട്, അതും അടച്ചു വെച്ചേക്കായിരുന്നു. അതും ഞങ്ങളിന്ന് രാവിലെ പോയിട്ട് തുറന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വെള്ളം ഒഴുക്കുണ്ട് സ്വാഭാവികം. പിന്നെ ഈ മെയിനായിട്ട് വിഷയത്തിൽ ഈ ചണ്ടികൾ അതിന് കൃത്യമായി നീക്കം ചെയ്യാത്തത് കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കരുവന്നൂർ പുഴയിൽ
വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് വരിക. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ NMR റെഗുലേറ്ററുള്ള വഴി കടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയും ഈ റോഡിലെ വെള്ളം ഉയരാനാണ് സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു നാട്ടുകാർ വലിയൊരു ബുദ്ധിമുട്ടുള്ള, കാരണം ഇങ്ങോട്ടേക്ക് ഈ ഒരു മറുകരയിലേക്ക് എത്താൻ വളരെയധികം പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ വാഹനം ഓടിക്കുന്ന ആളല്ല, അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ ഒരു വെള്ളക്കെട്ട് കിടന്ന് അപ്പുറത്തേക്കൊക്കെ പോകുക? വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അരയ്ക്ക് മേലെ വെള്ളങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് എത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കുട്ടനാട് മേഖലയിലുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാന ആശാസ്യമായിട്ട് കാന ഇപ്പോൾ അത് 1 മീറ്ററോളം ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത് ഇവിടെ ബണ്ട് കെട്ടിയിട്ട്. അപ്പോൾ അത് ആ ഉയരത്തിൽ നമ്മുടെ റോഡ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിഷയം. നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം ചണ്ടി നിറഞ്ഞു നിൽക്കുന്ന ഇതാണ് ഫീഡർ കനാൽ, മെയിൻ കനാൽ. ഇതിലാണ് വെള്ളം പോകുന്നത്. ഈ കനാലിൽ 1 മീറ്ററോളം ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അത് താന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വെള്ളം തള്ളി പോകണമെങ്കിൽ ഇവിടെ നിന്ന് ചണ്ടിയും കാരണം മാറ്റണം. ഇപ്പോൾ ഈ ലോഡ് വരുന്നതുകൊണ്ട് പിന്നെ വണ്ടിക്കാരെ സംബന്ധിച്ച് ഇത് വെള്ളത്തിലൂടെ പൊന്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ദിശ അറിയില്ല, എവിടെ റോഡ് എവിടെ തോടുന്നുള്ള. അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ പലരും ചാലി പോയിട്ടുള്ളൊരു വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അധികൃതർ അതിന് വേണ്ട കാര്യം ചെയ്യണം. പ്രസിഡന്റ് നേതൃത്വത്തിൽ അന്ന് ഇവിടുത്തെ PWDയുടെ വലപ്പാട്, അമേരി, തൃശ്ശൂർ, ചേർപ്പ് അങ്ങനെ 3 പേരും ആൾ കോർഡിനേറ്റ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പാടശേഖര സമിതിയായിട്ട് ഇന്ന് ഈ വെള്ളം മാറാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതായത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളാണ്, ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ്. അവിടേക്ക് അടക്കം വെള്ളം കയറാൻ ഉള്ള ഒരു സാഹചര്യം. ഈ പാടമാണ് ഇരുവശത്തും. അവിടെ നിന്നും വെള്ളം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ മഴക്കാലമായാൽ അത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. മാത്രമല്ല ഇനിയും മഴ കനക്കുകയാണെങ്കിൽ, മാത്രമല്ല പല ഡാമുകളും ഒക്കെ തുറക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വീണ്ടും ഇവിടെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഈ പ്രദേശവാസികൾക്കൊക്കെ വലിയ ഒരു ദുരന്തം വരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു അപേക്ഷയാണ്. അവർ ഈ വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ഒരു ദുരിതം അതിൽ നിന്നും കരകയറണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.